ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ രക്ഷയിൽ ആശ്രയിക്കുന്ന, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യതയെ ദർശിച്ച് ജീവിക്കുന്ന ഓരോ മക്കൾക്കും തരുന്ന സുന്ദരമായ ഒരു ഉപദേശമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോ, നല്ല അനുഭവങ്ങളും തിക്താനുഭവങ്ങളും, നല്ല ഓർമ്മകളും മോശമായ ഓർമ്മകളും, അതായത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം മുറിവ് തിരുമുറിവാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിലേറ്റ എല്ലാ മുറിവുകളും യേശുവിൻ്റെ തിരുമുറിവാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ? ഈശോയുടെ മുറിവിൻ്റെ പേര് തിരുമുറിവ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ചീഞ്ഞളിഞ്ഞ എല്ലാ ഓർമ്മകളും, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തത് പോലും ജീവിതത്തിലെ സകല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഏതെങ്കിലും വ്യക്തികൾ ഇത് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഈശോയുടെ തിരുമുറിവിലേക്ക് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവിന് ഒരു പേരോ പിന്നീടുള്ള തിരുമുറിവോ, അത് അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ള ദൗത്യം മുറിവേറ്റ ഓരോ വ്യക്തികൾക്കും ഉണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തനിക്കേറ്റ സകല മുറിവുകളും തിരുമുറിവാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. ഇതാണ് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 11 പേരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം തോമാസ്ലിയ ഇല്ലായിരുന്നു. തോമാസ്ലിയയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. ഒടുവിൽ തോമാസ്ലിയയുടെ ഗ്രൂപ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ 20, 27, 28 വാക്യത്തിൽ അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ എൻ്റെ വിലാപിൽ ഇടുക. തോമസ് യേശുവിനേറ്റ മുറിവ് ദർശിക്കുകയും യേശുവിൻ്റെ മുറിവിലേക്ക് തോമാസ്ലിയായിക്കേറ്റ സകല വേദനകളും ഭയവും ഉത്കണ്ഠയും ആ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തോമാസ്ലിയ വിളിച്ചൊരു പേരുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തക്ഷണം തോമാസ്ലിയയുടെ ജീവിതത്തിലെ മുറിവുകൾ തിരുമുറിവായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിലും യേശുവിൻ്റെ വിലാപത്ത് കുന്തം കൊണ്ട് ഒരു മനുഷ്യൻ കുത്തുകയായിരുന്നു. വിലാപിൽ കുത്തേറ്റുവാങ്ങിയ ഈശോ മരിച്ചിട്ടും അവസാനത്തുള്ളി രക്തവും ജലവും കൊണ്ട് അവന് കാഴ്ച കൊടുക്കുകയാണ്. ആ കാഴ്ച തെളിഞ്ഞ നിമിഷം തന്നെ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ മുട്ടുകുത്തി യേശുവിൻ്റെ ശിഷ്യനായി മാറി. പിന്നീട് അവൻ്റെ മുറിവും തിരുമുറിവായി മാറുകയാണ്. അതാണ് കൊളോസോസ് 1:24 പൗലോസ്ലിയ പറയുന്നത്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുകയാണ്. ഞാൻ എൻ്റെ ശരീരത്തിലൂടെ നികത്തുകയാണ്. എങ്ങനെയാണ് തിരുമുറിവുകൾ ആക്കി മാറ്റാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ 3 കാര്യം സംഭവിക്കണം. നമ്മുടെ മുറിവ് ഈശോയുടെ തിരുമുറിവാകണമെങ്കിൽ 3 കാര്യം സംഭവിക്കണം. 1, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നോക്കിയവരെ, നമ്മളെ മുറിവേൽപ്പിച്ചവരോട്, നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയവരോട്, നമ്മുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയവരോട്, അതായത് നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതം നിശേഷം തകർത്ത് കളയാൻ പോയ വ്യക്തികളോട് നിരുപാധികം ക്ഷമിക്കണം. വ്യവസ്ഥകളില്ലാതെ കാൽവരിയിൽ കടന്നുകൊണ്ട് ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിക്കണം. 2, നമ്മൾ ആരുടെയൊക്കെ ജീവിതത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ കണ്ണുനീരിൽ ആഴ്ത്തിയിട്ടുണ്ടോ, നമുക്കേറ്റതുപോലെ ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ, അവരോട് നിരുപാധികം ക്ഷമ ചോദിക്കണം. 3, നമ്മൾ ക്ഷമ കൊടുക്കണം.
ഇത് മൂന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നാൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യേശുവിനെ നമ്മുടെ തകർന്ന ജീവിതത്തിലേക്ക്, മുറിഞ്ഞ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ക്ഷമിക്കാതിരിക്കാനോ ക്ഷമ ചോദിക്കാതിരിക്കാനോ ക്ഷമ കൊടുക്കാതിരിക്കാനോ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മളായിരിക്കില്ല പിന്നെ അത് ചെയ്യുന്നത്, നമ്മളിലൂടെ കർത്താവായിരിക്കും അത് ചെയ്യുന്നത്. ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല, അത് ദൈവീകമാണ്. 33 വയസ്സുകാരനായ യേശുവിലൂടെ മാത്രം നിറവേറപ്പെട്ടതാണ്. ആ യേശു ഇന്ന് നമ്മളിലൂടെ നിറവേറ്റാൻ കൊതിക്കുന്ന ഒരു കർത്താവുമാണ്. ആ കർത്താവ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കളെ കർത്താവിന് നേടിക്കൊടുക്കുവാൻ കർത്താവ് നമ്മളിൽ നിന്നും ഇത് ആവശ്യപ്പെടുകയാണ്. നമ്മളെ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് കർത്താവ് കണ്ടപ്പോൾ യേശു തന്നെ മനുഷ്യകുലത്തിന് യേശു ക്രിസ്തുവിലൂടെ ഇത് സാധ്യമാകുവാൻ വേണ്ടി അന്ന് ആ പെസഹ ഒരുക്കി. ആദ്യം മനുഷ്യന് ക്ഷമ ചോദിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ, മനുഷ്യന് നട്ടല് വളയ്ക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ യേശു അന്ന് ആ പെസഹ ഒരുക്കി. വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പെസഹ. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ മേശയ്ക്ക് ചുറ്റും യേശു അപ്പോസ്തലന്മാരെ ഇരുത്തിയിട്ട് സ്നേഹത്തിൻ്റെ ഒരു വിരുന്ന്, ഹൃദയം പിളർക്കുന്ന വേദനയുടെ ഒരു വിരുന്ന്. കസരയിലിരിക്കേണ്ട യേശു നിലത്തിറങ്ങുകയും നിലത്തിരിക്കേണ്ട ശിഷ്യന്മാരെ കസരകളിലേക്ക് ഇരുത്തി. എന്നിട്ട് താലത്തിൽ വെള്ളമെടുത്ത് കച്ചയരയിൽ ചുറ്റി അവൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി, അവരുടെ പാദങ്ങൾ കഴുകി, അവരുടെ പാദങ്ങൾ ചുംബിച്ചു. അപ്പോൾ ചരിത്രം രണ്ടായിട്ട് മാറി. ഇന്നലെ വരെയും കാല് നീട്ടിക്കൊടുക്കുന്നവൻ ഏറ്റവും വലിയവൻ, കാല് പിടിക്കുന്നവൻ ഏറ്റവും ചെറിയവനായിരുന്നു. എന്നാൽ യേശു എപ്പോൾ കാല് പിടിച്ചോ അപ്പോൾ മുതൽ ഇന്നുവരെയും ഇനി യുഗാന്ത്യം വരെയും കാല് പിടിക്കുന്നവൻ ഏറ്റവും വലിയവനും കാല് നീട്ടിക്കൊടുക്കുന്നവൻ ചെറിയവനുമായിരുന്നു. ചരിത്രത്തെ വഴിമാറിക്കൊടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വലിയവനായ ദൈവം ചെറിയവരുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്നു. എപ്പോൾ അവരുടെ കാലുകൾ കഴുകി, എപ്പോൾ അവരുടെ കാലുകൾ ചുംബിച്ചോ അപ്പോൾ ചരിത്രം മാറി. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നട്ടല് വളയ്ക്കുന്നെങ്കിലോ ആരുടെയെങ്കിലും മുമ്പിൽ ക്ഷമ ചോദിക്കുന്നുവോ നമ്മൾ ചെറുതായല്ല, നമ്മൾ യേശുവോളം വലിയവനായാണ്. യഹൂദ നിയമപ്രകാരം കാല് കഴുകാൻ വെള്ളം കൊടുക്കുമ്പോഴും കാല് കഴുകുമ്പോഴും അവർ വിശിഷ്ട അതിഥികൾക്കാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അതാണ് ശിമിയോന്റെ വീട്ടിൽ യേശു ചെന്ന സമയത്ത് ശിമിയോനോട് കർത്താവ് പറയുന്നത്, ശിമിയോൻ, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. യേശു അവിടെ വിശിഷ്ട അതിഥിയായിരുന്നു. നീ എനിക്ക് ചുംബനം തന്നില്ല. വിശിഷ്ട അതിഥികൾക്ക് ചുംബനം കൊടുത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ തൻ്റെ ദൈവത്വം മുഴുവൻ മാറ്റിവെച്ചു യേശു അവരുടെ കാലുകൾ പിടിച്ച സമയത്ത് ഈ രഹസ്യം മനസ്സിലാക്കിയ പത്രോസ് വിളിച്ചു പറഞ്ഞു, ഗുരു, ഞാൻ നിന്റെ കാലുകൾ കഴുകി, നീ എൻ്റെ പാദം കഴുകാൻ പോയാണോ? അരുത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞെന്താ, ഇപ്പോൾ നിനക്കിത് മനസ്സിലാകില്ല, പിന്നീട് ഇത് മനസ്സിലാവും. എന്നാൽ യൂദാസ് വളരെ ലാഘവത്തോടു കൂടി കാല് നീട്ടിക്കൊടുത്തു. യൂദാസിന് ഒരു വിചാരമുണ്ടായിരുന്നു, ഗുരുവെന്നെ വലിയവനായി കാണുകയാണെന്ന്. യൂദാസ് തിരസ്കരിക്കപ്പെട്ടു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെയെങ്കിലും ജീവിതങ്ങൾ തകർത്തു, നമ്മൾ ആരെങ്കിലും മുറിവേൽപ്പിച്ചു, നമ്മൾ ആരുടെയെങ്കിലും കണ്ണുനീരിൽ ആഴ്ത്തി എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കാല് പിടിക്കുക, അവരോട് ക്ഷമ ചോദിക്കുക, കർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നാകും. ഈ ഒരു ഒന്നാം ഘട്ടം കഴിയുമ്പോൾ കർത്താവ് അടുത്തൊരു കൃപയ്ക്കുമേലുള്ള കൃപ ഒരു വ്യക്തിയുടെ മേലേക്ക് ചൊരിയുന്നത് ഇപ്രകാരമാണ്. യേശു കാല് പിടിച്ചത്, യേശു കാല് കഴുകിയത് യേശു ചെയ്ത തെറ്റിന്റെ പേരിലല്ല. പത്രോസ് ചെയ്യാനിരുന്നത്, യൂദാസ് ഒറ്റിക്കൊടുക്കാനിരുന്നത്, ശിഷ്യന്മാർ ഓടി ഒളിക്കാനിരുന്നത് മുഴുവൻ യേശുവിൻ്റെതായി സ്വീകരിച്ചുകൊണ്ടാണ്, യേശു സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അവരുടെ പാദങ്ങൾ കഴുകിയത്. അങ്ങനെയെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ, നമ്മൾ തകർത്തവരോട് നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ രണ്ടാമതൊരു കൃപ കർത്താവ് തരുന്നത്, നമ്മളെ ആരെങ്കിലും തകർത്ത് കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും കണ്ണുനീരിൽ ആഴ്ത്തിക്കഴിഞ്ഞാൽ അവരുടെ തെറ്റുകൾ പോലും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റും. അതാണ് മുറിവുകൾ തിരുമുറിവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ മുറിപ്പെടുത്തിയ വ്യക്തികളോട്
നമ്മുടെ ജീവിതം തകർത്ത വ്യക്തികളുടെ തെറ്റുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ തിരുമുറിവാക്കി മാറ്റുന്നത് എങ്ങനെയാ? നമ്മളെ മുറിവേൽപ്പിച്ച ഒരു വ്യക്തിയും നാശത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്. രണ്ടാമതൊരു മേഖലയാണ് ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് മാനുഷികമല്ല പ്രിയപ്പെട്ടവരെ, അത് യേശുക്രിസ്തുവിലൂടെ നിറവേറപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ മലയാളികൾ ഒരു വാക്ക് പറയാറില്ലേ, ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു. ഭൂമി ആരുടേതാണെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ വിലയിരുത്തണം. ഭൂമി പിലാത്തോസിൻ്റെതാണ്. പിലാത്തോസ് കൈ കഴുകിയിട്ട് പറഞ്ഞ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മറിച്ച് ക്ഷമയെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും കാൽവരിയിലേക്ക് നോക്കിയാലേ വെളിപ്പെടത്തോള്. കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കിടന്ന് പിടയുന്ന ഈശോയെ കാണാൻ പറ്റും. ആ യേശുവിൻ്റെ പീഡാസഹനത്തിലേക്ക് നോക്കണം. യേശുവിൻ്റെ കുരിശിലെ നിലവിളിയോടും പ്രാർത്ഥനയോടും ഐക്യപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഈ രഹസ്യം മനസ്സിലാകത്തില്ല. യേശുവിൻ്റെ നിലവിളിയോടും പീഡാസഹനത്തോടും ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഈശോ അടുത്തൊരു ദർശനം തരുന്നത് നിത്യതയാണ്. ആ പീഡാസഹനത്തിൽ നിന്നും നിത്യതയിലേക്കാണ് യേശു ദർശനം തരുന്നത്. എന്ന് വെച്ചാൽ ക്ഷമിക്കുക എന്ന് പറയുന്നത്. യേശു കാൽവരിയിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം ഒച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്താ അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ദൈവത്വത്തെ ആരൊക്കെ തിരിച്ചറിഞ്ഞാൽ അവരാരും പിന്നീട് യേശുവിനെ പീഡിപ്പിച്ചില്ല. അവരെല്ലാവരും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി തീർന്നു, പ്രിയപ്പെട്ട മക്കളായി തീർന്നു. മഗ്ദലേന മറിയം പാപത്തിൻ്റെ കുപ്പായം ഉരിഞ്ഞു വെച്ചത് ഈ ദൈവത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. മത്തായി ചുങ്കം ഉപേക്ഷിച്ചത് ഈ ദൈവത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. കർത്താവ് കാൽവരിയിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പിതാവേ, ഞാൻ ആരാണെന്നോ എൻ്റെ ദൈവത്വം എന്താണെന്നോ എൻ്റെ മക്കൾക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയ, നമ്മുടെ വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ട മാതാപിതാക്കള്, കുഞ്ഞുങ്ങളെ പടിയിറക്കി വിട്ട മാതാപിതാക്കള്, നമ്മളെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് അവിശ്വസ്ത ബന്ധം പുലർത്തിയ ഭാര്യഭർത്ത ബന്ധമായിരിക്കാം, ജീവനതുല്യം സ്നേഹിച്ച് നമ്മളെ വഞ്ചിച്ച വഞ്ചനയുടെ മുറിവുകളായിരിക്കാം, തകർന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകള്, നമ്മുടെ നൊമ്പരങ്ങള് കാൽവരിയിൽ പിടയുന്ന കർത്താവിൻ്റെ വേദനയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രാർത്ഥന ഉരുവിടണം. യേശുവേ, എന്നെ മുറിപ്പെടുത്തുന്നതിന് മുമ്പ്, എന്നെ തകർക്കുന്നതിന് മുമ്പ് അവരെ അങ്ങേ അറിയാതെ പോയതാണ്. യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നെ തകർക്കുന്നതിന് മുമ്പ്, എന്നെ കണ്ണുനീരിൽ ആഴ്ത്തുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശുവിനെ അവരറിഞ്ഞിരുന്നുവെങ്കിൽ സത്യമായും നിങ്ങളെ അവർ മുറിവേൽപ്പിക്കില്ലായിരുന്നു. നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിരുന്നുവെങ്കിൽ നിങ്ങളും അനേകരെ മുറിവേൽപ്പിക്കില്ലായിരുന്നു. ഞാനും നിങ്ങളും യേശുവിനെ അറിയാതെ പോയത് കൊണ്ടാണ്, യേശുവിൻ്റെ കാൽവരിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടാതെ പോയത് കൊണ്ടാണ് പരസ്പരം മുറിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്തു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, അവർ തന്ന മുറിവുകൾ, എൻ്റെ മുറിവുകൾ അങ്ങയുടെ മുറിവിലേക്ക് ഞാൻ തന്നുകൊണ്ട് എൻ്റെ വേദനകൾ ഞാൻ തിരുമുറിവാക്കി മാറ്റുന്നു കർത്താവേ. ആ തിരുമുറിവിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ തിരുമുറിവിൻ്റെ പ്രത്യേകത മുറിവേൽപ്പിച്ചവനെ സ്വർഗത്തിന് നേടിക്കൊടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ വേദന പോലും, ഒരു ചെറിയ മുറിവ് പോലും, ഒരു ചെറിയ സങ്കടങ്ങൾ പോലും പാഴാക്കല്ലേ ദൈവമക്കളെ. അതിന് വലിയ വേദനയുണ്ട്. അവരെയും കൊണ്ടേ സ്വർഗത്ത് പോകാവുള്ളൂ. വിശുദ്ധ ഗൊരേറ്റീനെ 14 കുത്തുകൾ കുത്തി ശരീരത്തെ കത്തിക്കൊണ്ട് കുത്തിത്തിരക്കിയ അലക്സാണ്ടർ ജയിലിൻ്റെ ഇരുണ്ട വേളകളിൽ കുറ്റബോധത്തിൻ്റെയും നിരാശയുടെയും സങ്കടത്തിൻ്റെയും നെറുകയിൽ കിടക്കുമ്പോൾ വൈദികൻ ഗൊരേറ്റിയുടെ റൂമിലായിരുന്നു കൊണ്ട് സ്വന്തം അമ്മയോടോ ചേർന്നിരുന്നുകൊണ്ട് ചോദിക്കുന്നു, ഗൊരേറ്റി മോളോ, നിനക്ക് അലക്സാണ്ടറിനോട് എന്ത് തോന്നുന്നു? ശങ്ക കൂടാതെ വിശുദ്ധ ഗൊരേറ്റി പറയുകയാണ്, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. രണ്ടാമത്തെ വാക്കാണ് ഞെട്ടിച്ചു കളഞ്ഞത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വേദനയുടെ, ശാരീരിക വേദനയുടെ നെറുകയിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ സ്വർഗത്തായിരിക്കുമ്പോൾ എൻ്റെ കൂടെ, എൻ്റെ അടുത്ത് അലക്സാണ്ടറും വേണം. തക്ഷണം പ്രിയപ്പെട്ടവരെ, ആ മുറിക്കകത്ത് ഗ്ലോറി ഇറങ്ങി. പ്രകൃതിയെ ഛേദിച്ചു ആ വാക്കുകള്. പ്രകൃതിയെ ഛേദിച്ചുകൊണ്ട് ജയിലറയുടെ ഇരുണ്ട വേളകളിൽ കിടന്ന അലക്സാണ്ടറിന്റെ ചങ്കിൻ്റെ അകത്തേക്ക് ഗൊരേറ്റിയുടെ ആ വചനവാക്യങ്ങൾ കടന്നു ചെല്ലുകയും അലക്സാണ്ടർ ജയിലറയിൽ കിടന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് ചരിത്രം മാറുകയാണ് അവിടെ. പിന്നീട് അലക്സാണ്ടറിനെ സ്വന്തം മകനെ പോലെ കൊണ്ട് നടന്നത് ആരാന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗൊരേറ്റിയുടെ അമ്മയാണ്. കുത്തിപ്പരിക്കേൽപ്പിച്ച് ജീവൻ അവഹരിച്ച അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ സ്വർഗത്താണ്, ഞാൻ സ്വർഗത്തായിരിക്കുമ്പം എൻ്റെ കർത്താവിനോടൊപ്പം അലക്സാണ്ടറിനെ എനിക്ക് വേണം. ഇതാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും തകർത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ,
സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളുടെ മുഖച്ഛായ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്കൊന്നും പോണ്ട. നിങ്ങൾ ആത്മഹത്യയൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോകുന്നതൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് തീരില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ കൺമുമ്പിൽ എന്നതുപോലെ ശോഭിക്കുന്നത് കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇന്ന് മുട്ടുകുത്തണം. ഇന്ന് ആ മുട്ടുകുത്തി കാൽവരിയെ ദർശിക്കണം. കാൽവരിയിൽ കൈവിരിച്ച് വിടയുന്ന കർത്താവിൻ്റെ വേദനയോട് നിങ്ങളുടെ വേദനകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നിരവധിയായ മുറിവുകൾ ആ മുറിവിനകത്തിട്ട് മൂടണം. അത് അപവാദത്തിൻ്റെ വേദന ആയിക്കോട്ടെ, തെറ്റിദ്ധാരണയുടെ ആയിക്കോട്ടെ, ഒരുപക്ഷെ കഠിനമായ പാപത്തിൻ്റെതായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും ആ ബിലാവിലിട്ട് മൂടിയിട്ട് നിങ്ങളെ അതിലേക്ക് നയിച്ച വ്യക്തികളോട് നിങ്ങൾ നിരുപാധികം ക്ഷമിച്ചിട്ട് കർത്താവിനോട് പറയണം, ഞാൻ സ്വർഗത്തിലാണ്. ഗൊരേറ്റി പോലെ എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് ആ വ്യക്തികളെ തരണം. ഈശോയോട് പറയണം. ഈശോയോടാണ് പറയേണ്ടത്, മനുഷ്യനോടല്ല. ഈ വെളിച്ചം കിട്ടിലേക്കാണ് ഓരോ ദൈവമക്കളും വരേണ്ടത്. ഈ വെളിച്ചത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളിലൂടെ അനേകര് വെളിച്ചത്തിലേക്ക് വരും. മൂന്നാമത്തെ ഒരു കാര്യം ക്ഷമ കൊടുക്കുക എന്നാണ്. ക്ഷമ കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരിക്കലൊരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ 11,000 ഏൽപ്പിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ആ പൈസയിലേക്ക് പോലും നോക്കിയില്ല. തിരിച്ച് വീട്ടിൽ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബാഗ് തുറന്നപ്പോൾ ആ പണം കാണാനില്ല. 2-3 ദിവസം എൻ്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തി, വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് തരികയാണ്, നീ ആ 11,000 രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് മരുന്ന് മേടിക്കുവാനോ ഒരു കൊച്ചിനെ സഹായിക്കുവാനോ പഠിപ്പിക്കാനോ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിനക്ക് സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല, അത് സന്തോഷമായിരിക്കും. കർത്താവിനോട് ഞാൻ പറയാണ്. അപ്പോൾ കർത്താവ് എന്നോട് പറയാണ്, അത് മോഷ്ടിച്ച വ്യക്തിക്ക് നീ കൊടുത്തതായി മനസ്സിൽ സെറ്റ് ചെയ്യുക. ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നതാണ്. നിന്നെ ആ പണം നിൻ്റെത് മോഷ്ടിച്ചതാണ്, പക്ഷെ നീ അത് കൊടുക്കുക എന്ന് മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ തളർത്താൻ കഴിയുകയില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ആ പീഡ വിട്ടുപോയത് മാത്രമല്ല, ഇന്നും ആരെങ്കിലും എന്നെ, ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ വസൂലിക്കാരനോ മറ്റാരെങ്കിലും എന്നെ 10 രൂപ പറ്റിച്ചെന്ന് തോന്നിയാണെങ്കിൽ അപ്പം ഒരു വേദന വരികയാണെങ്കിൽ പിന്നീട് പെട്ടെന്ന് ഈ ചിന്ത വരും, സഹോദര നീ എന്നെ പറ്റിക്കുകയല്ല, ഞാൻ നിനക്ക് തരികയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുറിപ്പെടുത്തിയ വ്യക്തികളോട് നമ്മൾ ക്ഷമ കൊടുക്കുകയാണ്. അവനിത് ചെയ്യുമ്പോഴും, സഹോദര ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽവരിയെ കണ്ടു, ഞാൻ എൻ്റെ യേശുവിൻ്റെ വിലാവ് ദർശിച്ചു, ഞാനാ എൻ്റെ യേശുവിൻ്റെ നിലവിളിയോട് ഐക്യപ്പെട്ടു. അതുകൊണ്ട് നിനക്കെന്നെ തകർക്കാൻ കഴിയില്ല, എൻ്റെ സമാധാനത്തെ എടുത്തു കളയാൻ കഴിയില്ല. ഞാൻ നിന്നോൾക്കത് തരികയാണ്. ക്ഷമ തരികയാണ്, ക്ഷമ കൊടുക്കുകയാണ്. എന്നാൽ ക്ഷമിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ നിന്റെ മുമ്പിൽ, നിന്റെ ചിന്തയിൽ നിന്നെ മെതിക്കുന്നുവെങ്കിൽ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ ദിവസം തോറും നിന്നെ മെതിക്കുന്നുവെങ്കിൽ, ക്ഷമിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ മാതാപിതാക്കളെ നിന്നെ സ്നേഹിക്കാതെ പോയതിൻ്റെയും, നിന്റെ ജീവിത പങ്കാളി നിന്നെ അവിശ്വസ്തത കാണിച്ചതിൻ്റെയും, മക്കൾ നിന്നെ ഉപേക്ഷിച്ചതിൻ്റെയും പോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ക്ഷമിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാൽവരിയിൽ കിടന്നുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞ കർത്താവിൻ്റെ ഒരേ ഒരു കാരണം, യേശുവെന്ന ഒരേ ഒരു കാരണം കൊണ്ട് ക്ഷമിക്കാതിരിക്കാനുള്ള നിരവധി കാരണങ്ങളെ തകർത്ത് കളയാം. മക്കളെ, തകർത്ത് കളയാം. ക്ഷമ ചോദിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ക്ഷമ ചോദിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അന്ന് പെസഹ തിരുനാളിൽ വലിയവനായ ദൈവം അപ്പോസ്തലന്മാരുടെ കാലിൽ പിടിച്ച് പാദം കഴുകി ചുംബിച്ച ഒരേ ഒരു കാരണം കൊണ്ട് നിനക്ക് മുട്ടു വളയ്ക്കാം, ക്ഷമ ചോദിക്കാം. ഇന്ന് 2 ഓപ്ഷൻ അവസാനമായി തരികയാണ്. 2 ഓപ്ഷൻ. ക്ഷമിച്ച് കാൽവരിയോളം നിനക്ക് എത്തണോ, മറിച്ച് കണക്കുകൾ പറഞ്ഞ് പിലാത്തോസിനെ പോലെ നീ ഭൂമിയിൽ അതപ്പതിക്കണോ, മറിച്ച് യൂദാസിനെ പോലെ ലാഘവത്തോടുകൂടി കാല് നീട്ടിക്കൊടുക്കണോ, അനുതാപത്തോടുകൂടി പത്രോസിനെ പോലെ അനുതാപത്തോടുകൂടി യേശുവിനോട് ഐക്യപ്പെടണോ? 2 ഓപ്ഷൻ. ദൈവമക്കളുടെ ജീവിതത്തിൽ യൂദാസ് മരിക്കട്ടെ, പിലാത്തോസ് ഇല്ലാതാകട്ടെ, യേശു ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ. കർത്താവായ ഈശോയെ, ഈ രഹസ്യം, ഈ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം, കാൽവരിയിൽ വെളിപ്പെട്ട രഹസ്യം കർത്താവേ ഞങ്ങളുടെ ആത്മാക്കൾക്ക് വെളിപ്പെടുത്തി തരണമേ. അന്ന് പെസഹായിൽ വെളിപ്പെട്ട രഹസ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരണമേ. ആരെങ്കിലും മാനസിക പീഡകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, മാരക രോഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.